നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. +1 വിദ്യാർത്ഥി കുളത്തിൽ വീണ് മരിച്ചു. ബാലികയെ പീഡിപ്പിച്ച തൃശൂർ കയ്പമംഗലം സ്വദേശിയായ 50-കാരന് 33 വർഷം കഠിന തടവ്. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. കരുവന്നൂരിൽ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയിരുന്ന ആംബുലൻസ് റോഡിലെ ചെളിക്കുഴിയിൽ താഴ്ന്ന് തകരാറിലായി. വാർത്തകൾ വിശദമായി. +1 വിദ്യാർത്ഥി കുളത്തിൽ വീണ് മരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെ മുളങ്ങുന്നത്തുകാവ് കല്ലേപ്പടി പാലാ കുളത്തിൽ കുളിക്കാനിറങ്ങിയ തിരൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന ചെറുവത്തൂർ ടോണി മകൻ 17 വയസ്സുള്ള എൻവിൻസി ടോണിയാണ് മരിച്ചത്. പൂമല ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കൂട്ടുകാരുമൊത്ത് കുളത്തിൽ കുളിക്കാൻ വന്നതായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും കൂടി കുട്ടിയെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാലികയെ പീഡിപ്പിച്ച തൃശൂർ കയ്പമംഗലം സ്വദേശിയായ 50-കാരന് 33 വർഷം കഠിന തടവ്. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച 50-കാരന് 33 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കയ്പമംഗലം സ്വദേശി വെട്ടൂക്കാതിൽ വീട്ടിൽ 50 വയസ്സുള്ള രഘുവിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് ജയ പ്രഭു ശിക്ഷിച്ചത്. 2024 ജൂൺ 5-ാം തീയതി രാത്രി 7:30 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. വീടിന്റെ ഇറയത്തിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന 13 വയസ്സുകാരിയെയാണ് പ്രതി വലിച്ചിഴച്ച് അടുത്തുള്ള പാമ്പുംകാവിന് അരികിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത്. ക്യാൻസർ രോഗത്താൽ കിടപ്പിലായ അമ്മൂമ്മയും ഇളയ അനുജിത്തിയും മാത്രമാണ് സംഭവ സമയം കുട്ടിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. പ്രതിയുടെ ഭീഷണിയിൽ ഇക്കാര്യം കുഞ്ഞ് ആരെയും അറിയിച്ചിരുന്നില്ല. ശാരീരിക അസ്വസ്ഥതകൾ മൂലം തുടർച്ചയായി കുട്ടി സ്കൂളിൽ പോയിരുന്നില്ല. തുടർന്ന് സ്കൂൾ അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം വെളിവായത്. കയ്പമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 13 സാക്ഷികളെ വിസ്തരിക്കുകയും 20ഓളം രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. മെഡിക്കൽ എവിഡൻസ് അടക്കം ഹാജരാക്കിയ കേസിൽ പ്രതിഭാഗം പല സാക്ഷികളെയും കൊണ്ടുവന്നെങ്കിലും ആയതെല്ലാം കളവാണെന്ന് കോടതി കാണുകയായിരുന്നു. സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് സമൂഹത്തിന് സന്ദേശം നൽകുന്ന രീതിയിൽ കടുത്ത ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി പ്രതിക്ക് വിവിധ വകുപ്പുകൾ ആയി 33 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പിഴ സംഖ്യ ബാലികയ്ക്ക് നൽകാൻ പ്രത്യേകം ഉത്തരവുള്ളതാണ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു, അഡ്വക്കേറ്റ് ശിവ PR എന്നിവർ ഹാജരായി. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. മേൽക്കൂരയുടെ കാലുകൾ തകർന്ന നിലയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. രൂപക്കൂടിന് മുകളിൽ ഷീറ്റ് വീണ് മേൽക്കൂരയും പൊളിഞ്ഞു. കരുവന്നൂരിൽ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയിരുന്ന ആംബുലൻസ് റോഡിലെ ചെളിക്കുഴിയിൽ താഴ്ന്ന് തകരാറിലായി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ആംബുലൻസ് തകരാറിലായത്. സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ആംബുലൻസ് കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപത്തെ റോഡിലെ ചെളിക്കുഴിയിൽ താഴ്ന്നത്. ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റോഡ്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. കോൺക്രീറ്റ് പൂർത്തിയായ റോഡിന്റെ ഒരു വശം ഉയർന്നും മറുവശം താഴ്ന്നുമുള്ള സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. കോൺക്രീറ്റ് നിർമ്മാണം നടക്കാതെ റോഡിന്റെ ഭാഗം മഴ ശക്തമായതോടെ കുഴിയിൽ രൂപപ്പെട്ട അവസ്ഥയിലാണ്. അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതിനിടയിലാണ് രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് ചെളിക്കുഴിയിൽപ്പെട്ടത്. ആംബുലൻസിന്റെ മുൻവശം ചെളിയിൽ താഴ്ന്നതോടെ ആംബുലൻസ് തകരാറിലാവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്നാണ് ആംബുലൻസ് റോഡിൽ നിന്ന് തള്ളി മാറ്റിയത്. പകരം മറ്റൊരു ആംബുലൻസ് എത്തിച്ച് രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കണിമംഗലം പാലത്തിന് സമീപമുള്ള തട്ടുകടയിൽ തീപിടുത്തം. ഇന്നലെ വൈകുന്നേരം 7:30-ഓടെയായിരുന്നു സംഭവം. ഗ്യാസ് ലീക്കായതായിരുന്നു തീപിടുത്തത്തിന് കാരണം.
ഔദ്യോഗിക ആവശ്യത്തിനായി കണിമംഗലം പാലം വഴി യാത്ര ചെയ്യുകയായിരുന്ന റവന്യൂ മന്ത്രി കെ രാജൻ അടിയന്തരമായി സംഭവസ്ഥലത്തെത്തുകയും ഫയർഫോഴ്സിന്റെ സഹായത്തോടെ തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള തുടർ നടപടികൾ കൈക്കൊള്ളുകയും ക്രിയാത്മകമായി ഏകോപിപ്പിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് തീപിടുത്തത്തിന് കാരണമായ ലീക്കായ ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായി പുറത്തെത്തിച്ച് അപകടം ഒഴിവാക്കി. ആർക്കും ആളപായമില്ല. CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. CPM ഏരിയ കമ്മിറ്റി അംഗം TK രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം KS ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PA സുധീർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK സജിത്, KK മുരളി, KP ഷാജി, PV ബാബു, KS ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വഴുതന, തക്കാളി, മുളക്, കുമ്പളം, കാബേജ് തുടങ്ങി വ്യത്യസ്ത ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ടാണ് ഉദ്ഘാടനം നടത്തിയത്. കാർഷിക മേഖലയിലെ കേരളത്തിൽ ഉൽപാദന വർധനവുണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് പാർട്ടി മുൻകൈയെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പാർട്ടിയും വർഗഭോജന സംഘടനകളും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുമൊക്കെ നേരിട്ട് കൃഷിയിലേക്ക് കടക്കുക എന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. കരീം ചാമക്കാല എഴുതിയ അക്ഷരത്തെറ്റ് ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചാമക്കാല ഒസാക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ മുഖ്യാതിഥിയായിരുന്നു. മാധ്യമ പ്രവർത്തകൻ നൌഷാദ് പാട്ടുകുളങ്ങര പുസ്തക പരിചയം നടത്തി. വാർഡ് മെമ്പർ KS അനിൽകുമാർ, സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, ചാമക്കാല മഹൽ അസിസ്റ്റന്റ് ഖത്തീബ് ഉമ്മർ ഹുദവി, എഴുത്തുകാരൻ സലീം ചാമക്കാല, ഒസാക്സ് UAE പ്രസിഡന്റ് KA ജാഫർ സാദിഖ്, ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഹേമ ബാബു, ഒസാക്സ് സെക്രട്ടറി PK ഹംസ, വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹി താജു സാറ് അടക്കം കരീംക്കൊക്കെ വന്നിരുന്നു, ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ 3 മണിക്ക് ശേഷം ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. എന്തായാലും പുസ്തകം ഞാൻ വായിച്ചു. എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഥകൾ, പല കഥകളും 37 കഥകളിൽ ഏകദേശം മിക്ക കഥകളും ഞാൻ വായിച്ചിടത്തോളം എനിക്കതിന് ഒരുപാട് നന്മകൾ, സ്നേഹത്തിൻ്റെ തിരിച്ചറിവുകൾ, അദ്ദേഹത്തിൻ്റെ ആ കഥയിലൂടെ സമൂഹത്തിന് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശങ്ങൾ, അതൊക്കെ തന്നെ വളരെ മഹത്തായ ഒരു സംഭവമായിട്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ തന്നെ നമ്മൾ വരച്ചു കാണിച്ചിട്ടുണ്ട് അദ്ദേഹം. അതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. NU ഹാഷിം വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ P മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ക്ലീറ്റസ് തിയാടി, ട്രഷറർ KK ബഷീർ, വിൻസെന്റ് മഞ്ഞളി, PS അബ്ദുറഹ്മാൻ കുട്ടി, PY ഷെയ്ഖ്, NA അബ്ദുള്ള, PC രാമകൃഷ്ണൻ, PA നാസർ, താഹിറ അബ്ദുള്ള, KK മനോജ് എന്നിവർ സംസാരിച്ചു. എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് സത്യത്തിൽ രക്ഷിതാക്കൾക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. നിങ്ങളുടെ കുഴപ്പമല്ല, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. അതെന്താണ് നിങ്ങൾക്കും രക്ഷിതാവിനും അറിയാത്തിടത്തോളം കാര്യം പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ടീനേജേഴ്സിനെ കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇന്നത്തെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പഠനം എന്താണെന്ന് അറിയാം. രക്ഷിതാക്കൾ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത് 13 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളുടെ സ്വഭാവത്തിലും ചിന്തയിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഗൗരവമായിട്ട് അതേക്കുറിച്ച് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുകയാണ്. രക്ഷിതാക്കളെ കുറിച്ച് ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം ആ കുട്ടികൾക്ക് വന്ന മാറ്റം തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അധ്യാപകർക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല. സത്യത്തില് ഇന്നൊരു പുരസ്കാര ചടങ്ങ് ഇവിടെ വെക്കുമ്പോൾ തന്നെ സുനി നേരത്തെ പ്രഖ്യാപിച്ച ഓരോ മാസം നടക്കാനിരിക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ എൻ്റെ റിക്വസ്റ്റാണ്, ഞാൻ ഉൾപ്പെടെ നമ്മുടെ രക്ഷിതാക്കൾ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശീലിക്കേണ്ടതുണ്ട്. മതിലകം ഗ്രാമപഞ്ചായത്തിൽ 4 വർഷം കൊണ്ട് നീന്തൽ പരിശീലനം നൽകിയത് 1000-ഓളം വിദ്യാർത്ഥികൾക്ക്. കുട്ടികൾക്ക് വെള്ളത്തിനോടുള്ള ഭയം ഇല്ലാതാക്കുന്നതിനോടൊപ്പം വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ കുറയ്ക്കാനും
ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 2019 ആരംഭിച്ച പദ്ധതി കോവിഡ് മൂലം 2 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. 2020 പുതിയ ഭരണസമിതി വന്നതിനു ശേഷം പദ്ധതി പുനരാരംഭിച്ച് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലസാക്ഷരത നൽകി വരുന്നു. ഒരു വർഷം 1 ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്ത് പരിധിയിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നിലവിൽ നൽകുന്നത്. എൻ്റെ പേര് ഐജാസ്. ഞാനിവിടെ 10 ദിവസത്തിൻ്റെ പരിശീലനത്തിന് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി നമ്മളെല്ലാവരെയും നീന്തം പഠിപ്പിച്ചു. ഫസ്റ്റ് എനിക്ക് നല്ലോണം പേടിയായിരുന്നു, മുങ്ങിപ്പോകുമെന്നെല്ലാം. അതിനുശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ട്യൂബില്ലാതെ പഠിക്കാനായി. അതിനുശേഷം പിന്നെ എനിക്ക് മുങ്ങാനും ചാടാനും ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നല്ലോണം നീന്താൻ പഠിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം കോവിഡിന് ശേഷം ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം 4 വർഷത്തോളമായി ഈ നീന്തൽ പരിശീലനം വിദ്യാർത്ഥികൾക്കായിട്ട് നൽകി വരുന്നത്. 1 ലക്ഷം രൂപ എല്ലാ വർഷവും 1 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയിട്ടാണ് നമ്മൾ ഈ പരിശീലനം നടത്തുന്നത്. ഏകദേശം 6 അധ്യാപകർ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പരിശീലനം കഴിഞ്ഞാൽ തന്നെ അവർക്ക് മുട്ടയും പാലും നൽകി വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഏകദേശം ഇപ്പോൾ 1000-ഓളം കുട്ടികൾ മതിലകം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല മറ്റു പല പഞ്ചായത്തുകളിലുള്ള അടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് പോലും കുട്ടികൾ നീന്തൽ പരിശീലനത്തിനായി എത്തി വരുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനമായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ നീന്താനായിട്ട് 4 ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് നീന്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. 20 വർഷമായി നീന്തൽ പരിശീലന രംഗത്ത് സജീവമായിട്ടുള്ള ഹരിലാൽ കൊമ്പിയുടെ നേതൃത്വത്തിൽ ബിജുമോൻ, സോണി, മുരളി, നവീൻ, ജിനേഷ് എന്നിവരടങ്ങിയ ടീമാണ് പരിശീലനം നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷമല്ല 10 വർഷമായി ഈ പഞ്ചായത്തിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പഞ്ചായത്ത് 10 വർഷമായിട്ട് നീന്തൽ പഠിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. വേറൊരു കാര്യം കൊണ്ട് സന്തോഷമുള്ളത്, ഈ പഞ്ചായത്തിൽ മാത്രമേ എല്ലാ മെമ്പർമാരും വരുള്ളൂ. എല്ലാ മെമ്പർമാരും 6 മണിക്ക് വരും. ഞാൻ ഒരു വർഷം 10 പഞ്ചായത്തിലും പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആരും കണ്ടിട്ടില്ല. അതിലും വളരെ സന്തോഷമുണ്ട്. രാവിലെ 6 മുതൽ 8 വരെ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള പോളാക്കുളത്തിലാണ് നീന്തൽ പരിശീലനം. 10 ദിവസമാണ് പരിശീലന കാലാവധി. പരിശീലനത്തിന് ശേഷം പോഷകാഹാരവും പഞ്ചായത്ത് നൽകുന്നുണ്ട്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട്. ലയൺസ് ക്ലബ് ചന്ദ്രാപിന്നി ലെജൻസിന്റെ ക്ലബ് ഹൗസ് ചന്ദ്രാപിന്നി CV സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ലയൺസ് സെക്കൻഡ് VDG KM അഷ്റഫ് ക്ലബ് മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് UU രവീന്ദ്രൻ അധ്യക്ഷനായി. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക്, RI സക്രിയ, സെക്രട്ടറി KG മനോജ്, ട്രഷറർ പ്രവീൺ വെളമ്പത്ത് എന്നിവർ സംസാരിച്ചു. ഓണത്തിന് 150 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ക്ലബ് മെമ്പർമാർക്കുള്ള അംഗത്വ സർട്ടിഫിക്കറ്റും വിതരണം നടന്നു. ക്ലബ് അംഗങ്ങളായ കബീർ, ഷാജി, ശാൽ ഭാസ്കരൻ, ശശീന്ദ്രൻ, പ്രശാന്ത്, കരുണൻ, ഷുക്കൂർ, അഖിലേഷ്, അജിത രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ലെഗസി പ്രോജക്റ്റും കൂടിയാണ് ക്ലബിന് സ്വന്തമായിട്ടൊരു ആസ്ഥാനം എന്നത്. പല ക്ലബുകൾക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യം 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആഘോഷിക്കുമ്പോൾ ഈ ക്ലബിന് സാധിച്ചിട്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. തിരുവണ്ണേറ്റിയുടെ ഒരു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ എന്ന രീതിയിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ആദ്യമായി ക്ലബിന് അറിയിക്കുകയാണ്. ക്ലബ്ബ് നമുക്കറിയാം, മുന്നേ ചന്ദ്രാപിന്നി ക്ലബ്ബുകളുണ്ടായിരുന്നു. അതിൽ കുറച്ച് മെമ്പർമാരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കയ്പമംഗലം ബീച്ച്, അയിരൂർ, ചാപ്പക്കടവ്, ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക രാമായണ മാസാചരണ സമാപനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ആനയൂട്ടും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK തമ്പി, രക്ഷാധികാരി സുകുമാരൻ, ട്രഷറർ സുരേഷ്, ശക്തിധരൻ, പോണോത്ത് വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. തടിലോറി മറിഞ്ഞ് തൃശൂർ മുരിങ്ങൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്.
തൃശൂർ മുരിങ്ങൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വാഹനങ്ങളുടെ നിര 3 കിലോമീറ്റർ വരെ നീണ്ടു. മുരിങ്ങൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തു നിന്നും 100 മീറ്റർ മാറി അങ്കമാലി ദിശയിലുള്ള സർവീസ് റോഡിൽ തടിലോറി മറിഞ്ഞാണ് ഗതാഗത കുരുക്കിന് വഴിവെച്ചത്. അപകടത്തിൽ വാഹനത്തിലെ ഡ്രൈവർ അടക്കം 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പട്ടാമ്പിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് തടിയുമായി പോകുന്ന ലോറിയാണ് വെള്ളിയാഴ്ച രാത്രി 9:15 അപകടത്തിൽപ്പെട്ടത്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സർവീസ് റോഡിൽ കുഴിയിൽ തടിലോറി മറിയുകയായിരുന്നു. കുണ്ടും കുഴിയും അടയ്ക്കണമെന്നും വാഹനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കണമെന്നുള്ള മാസങ്ങളായുള്ള മുറവിളിയോട് അധികൃതർ പുലർത്തുന്ന നിസ്സംഗതയും അനാസ്ഥയുമാണ് അപകടത്തിന് കാരണമായിരിക്കുന്നത്. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിലെ നിർമ്മാണ സ്ഥലത്തേക്ക് സിമന്റുമായി വന്ന ട്രെയിലർ കാനയിലേക്ക് മറിഞ്ഞു. 40 ടൺ സിമന്റുമായി വന്ന ട്രെയിലർ റോഡിൽ നിന്നും നിർമ്മാണ സ്ഥലത്തേക്ക് കടക്കുന്നതിനിടയിൽ കാനയുടെ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് ചെരുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ ചാടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 3 ക്രെയിനുകളുടെ സഹായത്തോടെ 2 മണിക്കൂർ പരിശ്രമിച്ചാണ് ട്രെയിലർ ഉയർത്തിയത്. ഇതേ തുടർന്ന് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ മാസവും ട്രെയിലർ ഇതേ രീതിയിൽ കാനയിലേക്ക് മറിഞ്ഞിരുന്നു. കുന്നംകുളം കാണിപ്പയ്യൂർ കുരിശിനു സമീപം ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 കുന്നംകുളം കാണിപ്പയ്യൂർ കുരിശിനു സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 പൂനാമൂച്ചി സ്വദേശി പുത്തൂർ വീട്ടിൽ കൊച്ചപ്പന്റെ മകൻ 59 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30യോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആന്റണിയുടെ ഭാര്യ പുഷ്പ, കളമശ്ശേരി പത്തടിപ്പാലം സ്വദേശി രോഷിനി ഭവനിൽ 56 വയസ്സുള്ള കുഞ്ഞിരാമൻ എന്നിവർ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. ജില്ലയിൽ 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. റൂറൽ പോലീസ് ജില്ലയിലെ 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO ER ബൈജു, കൊരട്ടി പോലീസ് സ്റ്റേഷൻ SIമാരായ CP ഷിബു, SI റിജിമോൻ, KA ജോയ്, PN ഷീബ, ചാലക്കുടി DYSP ഓഫീസ് SIമാരായ KV തമ്പി, VJ ജിജോ എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +1 വിദ്യാർത്ഥി കുളത്തിൽ വീണ് മരിച്ചു. ബാലികയെ പീഡിപ്പിച്ച തൃശൂർ കയ്പമംഗലം സ്വദേശിയായ 50-കാരന് 33 വർഷം കഠിന തടവ്. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. കരുവന്നൂരിൽ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയിരുന്ന ആംബുലൻസ് റോഡിലെ ചെളിക്കുഴിയിൽ താഴ്ന്ന് തകരാറിലായി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.